മഞ്ചേശ്വരത്ത് ഓട്ടോ ഡ്രൈവറെ കിണറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടയാളുടെ കർണാടകയിലെ ബന്ധുക്കൾ മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫിന് നിവേദനം നൽകി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കർണാടക മുൽക്കി കൊളനാട്ട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫ് എന്ന 52-കാരനെ വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് കുഞ്ചത്തൂർ അടുക്കപ്പള്ളിയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിണറിന് സമീപത്ത് കർണാടക രജിസ്ട്രേഷനുള്ള ഓട്ടോറിക്ഷ ചെരിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടത്. കിണറിനരികിൽ ചോര പറ്റിയ തുണികളും ചെരുപ്പും പേഴ്സും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പേഴ്സ് പരിശോധിച്ചപ്പോഴാണ് മരിച്ചയാൾ ആരാണെന്ന് മനസ്സിലായത്. വെള്ളിയാഴ്ച രാവിലെ പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിൽ വെട്ടേറ്റതാണ് മരണത്തിന് കാരണമായതെന്ന് വ്യക്തമായത്. ഈ സാഹചര്യത്തിലാണ് കേസിൽ വിശദവും വിശ്വാസയോഗ്യവുമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷെരീഫിന്റെ ബന്ധുക്കൾ മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫിന് നിവേദനം നൽകിയത്. നിരന്തരമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നമുക്കിത് മർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ പെരിയാരം കൊണ്ടുവന്നാക്കുന്നത് ഞമ്മല്ലേ, നമുക്കൊക്കെ ഒരു പ്രശ്നമാണ് ഇത്ര കൊണ്ടുവന്നത്. പോലീസ് ഉറപ്പിച്ചിട്ട് പറയുന്നത് അതൊരു കൊലപാതകമാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ശേഷമാണ് ഞമ്മ അങ്ങനെ നിലപാടെടുത്ത് എവിടെയെങ്കിലും പരിഹാരം കൊണ്ടുപോയിട്ടില്ലാണ്ട് ഇല്ലെങ്കിൽ ചെയ്യുന്ന ഊടാ മണൽപ്പാടി ഊടെ ചെയ്തതിനെ ഒരിക്കലും അറിയില്ല. അത് പിന്നെ ഒരു നോർമൽ മരണമായിട്ട് പോട്ടി. കൊലയാളികളെ കണ്ടെത്തുന്നതിനായി മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി പലരെയും ചോദ്യം ചെയ്തുവെങ്കിലും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. അതേസമയം ബുധനാഴ്ച രാത്രി മംഗളൂരുവിൽ നിന്നും 3 പേർ മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോയിൽ കയറുന്നത് കണ്ടിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമവും ശക്തമാക്കി. മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ കർണാടക പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.